പോലീസ് അതിക്രമത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ വാടക തർക്കത്തിൽ വിശദീകരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വാടക വർദ്ധിപ്പിച്ചത് കോടതി നിർദ്ദേശപ്രകാരമാണെന്ന് ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ. പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണമേറുന്നു. കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രശസ്ത ഇടക്കവാദി കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ ഇടക്കയിൽ പ്രമാണിയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് അതിക്രമത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കരിങ്കുടി വീശുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തികൊണ്ടും കുറുവടി കൊണ്ടും നേരിടുന്ന പോലീസ് ജനാധിപത്യത്തിന്റെ അന്തസ്സ് കളയുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ ആൻഡോ മങ്കുടിയാന് പരിക്കേറ്റു. മുൻ മേയർ IP പോൾ, മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, നേതാക്കളായ രവി ജോസ് താണിക്കൽ, ഉസ്മാൻ ഖാൻ, TR സന്തോഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. തൃശൂർ പൂരം പ്രതിസന്ധി വിവാദത്തിൽ മറുപടിയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രദർശന നഗരിയുടെ തറവാടക വർദ്ധിപ്പിച്ചതെന്നും പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്നും പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. പൂരം നടത്തിപ്പിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആരോപണങ്ങൾക്കും പ്രചരണങ്ങൾക്കും മുൻകാല വരവ് ചെലവ് കണക്കുകൾ നിരത്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ മറുപടി നൽകിയത്. എക്സിബിഷന്റെ പൈസ പൂരം നടത്താനാണ് ഉപയോഗിക്കേണ്ടത്. വേറെ രീതിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതിനുവേണ്ടി മാത്രമാണ് എക്സിബിഷൻ നടത്താൻ വേണ്ടി അവർക്ക് കൊടുത്തേക്കുന്നത്. അത് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് അടുത്ത പൂരത്തിന് വേണ്ടി മാറ്റിയിടുന്നത്. കഴിഞ്ഞ വർഷം 11 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പെങ്കിൽ ഈ 2023 നീക്കിയിരിപ്പെന്ന് പറഞ്ഞാൽ 1,24,62,957 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേനൊക്കെ എത്ര കോടി വർധനവ് വന്നേക്കുന്നു? 2 കോടി വർധനവാണ് ഏകദേശം. മെയിൻ ഗേറ്റ് കളക്ഷൻ 2022 വന്നേക്കുന്നത് 1,79,87,883. അത് ഈ വർഷം മെയിൻ ഗേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 30 രൂപ എന്നുള്ളത് 35 രൂപയായിട്ട് 5 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2,13,19,170 രൂപ. ഈ വരുമാന വർധനവാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കോടതി നിർദ്ദേശപ്രകാരം വാടക ഫിക്സ് ചെയ്തപ്പോഴത്തേക്കാണ് 1.82 crores ആണ് വാടകയാകുന്നത്. അത് ഈ 2 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കമേഴ്ഷ്യൽ സ്പേസിനും 1 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അവർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അവർ തരുന്നില്ല കണക്ക്. തറവാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്തല്ല. കോടതിയുടെ ഇടപെടലിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പ്രകാരമാണ്. ദുരുദ്ദേശത്തോടെ ബോർഡിനെ കണ്ട് വിവാദങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണ്. എന്നാൽ ഏതു വിധേനയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബോർഡ് തയ്യാറാണെന്നും സുദർശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ബോർഡ് ഒരിക്കലും തിരുവമ്പാടിക്കെതിരെയല്ല, പാറമേക്കാവിനെതിരെയല്ല, ഒരു പൂരങ്ങൾക്കും എതിരെയല്ല.
തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റക്കാരനാക്കുക എന്നുള്ളൊരു പ്രവണതയാണ് ഇതിൽ വന്നേക്കുന്നത്. വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ അവരുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അതായത് ഇത് ദേവസ്വം ബോർഡിനെതിരായിട്ട് വരുത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് ദേവസ്വം ബോർഡ് അങ്ങോട്ട് ഫിക്സ് ചെയ്തതല്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പൂരത്തെ തകർക്കാൻ വേണ്ടി യാതൊരുവിധ ഒരു പരിശ്രമവും കാണില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയും. കഴിഞ്ഞ വർഷത്തേനേക്കാളും ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരം നടത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. പൂരം അടുത്ത സാഹചര്യത്തിൽ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് പ്രതിനിധി അടക്കമുണ്ടാകേണ്ട പ്രദർശന സംഘാടക കമ്മിറ്റി രൂപീകരണം പോലും തങ്ങളെ അറിയിച്ചില്ലെന്നും മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. തൃശൂരിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ പൂരം എക്സിബിഷന്റെ തറവാടക വർദ്ധിപ്പിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പ്രതിപക്ഷം. അതേസമയം പ്രമേയം പാസാക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് മേയറെ തടഞ്ഞും മേയറുടെ ചേംബർ ഉപരോധിച്ചും പ്രതിപക്ഷാംഗങ്ങൾ. ഭരണപ്രതിപക്ഷാംഗങ്ങളും BJP കൗൺസിലർമാരും ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചായിരുന്നു കൗൺസിൽ യോഗത്തിന് തുടക്കം കുറിച്ചത്. മേയർ MK വർഗീസ് കേക്ക് മുറിച്ചു. തുടർന്ന് തൃശൂർ പൂരം എക്സിബിഷന്റെ തറവാടക വർദ്ധിപ്പിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ പൂരം തകർക്കാനുള്ള ഗൂഢാലോചനയിൽ CPM-ഉം കോർപ്പറേഷനും സർക്കാരിനും പങ്കുണ്ടെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. തൃശൂർ പൂരം വിറ്റ് കാശാക്കാൻ പറ്റില്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും രാജൻ ജെ പല്ലൻ വ്യക്തമാക്കി. തൃശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ വേണ്ടിവന്നാൽ കോർപ്പറേഷൻ എക്സിബിഷൻ നടത്തുമെന്ന് മേയർ പറഞ്ഞു. ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കി. തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എക്സിബിഷൻ നടക്കാൻ നിർബന്ധിതരാവും. ഞങ്ങൾ നടത്തും, കോർപ്പറേഷൻ നടത്തിയ അതിനുള്ള സംവിധാനങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അവർക്ക് കീഴടങ്ങാനൊന്നും നമ്മൾ തയ്യാറില്ല. കാരണം എന്താ, തൃശൂർ പൗരാവലി നടത്തുന്ന അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഉത്സവമാണ്. അതുകൊണ്ട് വേണ്ടി വന്നാൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. അവരുമായി രണ്ട് ദേവസ്വം തമ്മിൽ ചർച്ചയിൽ നമ്മൾ തയ്യാറാണ്. അവർക്ക് വേണ്ടി വന്നാൽ നമ്മൾ തന്നെ സ്ഥലമൊരുക്കി അതിന്റെ സാമ്പത്തികമായ ചെലവുകളൊക്കെ ഒഴിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കും. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ മേയർ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷാംഗങ്ങൾ മേയറെ തടയാൻ ശ്രമിച്ചെങ്കിലും മേയർ ബലമായി പുറത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ ചേംബർ ഉപരോധിച്ചു. TCV ന്യൂസ് തൃശൂർ. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തറവാടക നിശ്ചയിച്ചിട്ടുള്ളത് ഹൈക്കോടതിയല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡാണെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്. വാടക വർദ്ധിപ്പിച്ചത് കോടതി നിർദ്ദേശപ്രകാരമാണെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വാദം തെറ്റാണെന്നും രാജേഷ് പറഞ്ഞു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് TN പ്രതാപൻ MP-യുടെ നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹം നടത്തും. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ മറവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പകൽക്കൊള്ള നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പ്രദർശന നഗരിയുടെ തറവാടക ഒറ്റയടിക്ക് 2 കോടിയിലധികം രൂപയാക്കി വർദ്ധിപ്പിച്ചത്. വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ബോർഡ് പിടിവാശി അവസാനിപ്പിക്കണം. CPM ഭരിക്കുന്ന ബോർഡിനെ കൊണ്ട് വാടക വർധന പിൻവലിപ്പിക്കാൻ ദേവസ്വം മന്ത്രിയും റവന്യൂ മന്ത്രിയും തയ്യാറാകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് തറവാടക നിശ്ചയിച്ചിരിക്കുന്നത് കോടതിയാണെന്നാണ്. കോടതി ഒരു സ്ഥലത്തും ഇതിന്റെ റേറ്റ് നിശ്ചയിച്ചിട്ടില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി ഒരു റേറ്റ് നിശ്ചയിച്ചത്. അത് സ്വീകാര്യമല്ലെന്ന് ഇരു ദേവസ്വങ്ങളും നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇന്ന് മനഃപൂർവ്വം അവാസ്തവമായ പ്രസ്താവന നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി ഈ കേസ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി രമ്യമായി തീർക്കുന്നതിന് നടപടി സ്വീകരിക്കണം. കേസിൽ തൃശൂർ MP എന്ന നിലയിൽ താനും കക്ഷി ചേർന്നതായി പ്രതാപൻ അറിയിച്ചു. UDF ഭരണകാലത്ത് യാതൊരു തർക്കങ്ങളും ഇല്ലാതെ നടന്ന പൂരത്തിന് കുറച്ചു വർഷമായിട്ട് സർക്കാർ ബോധപൂർവമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒടുവിൽ എല്ലാം പരിഹരിച്ചെന്ന് അവകാശപ്പെടാനുള്ള
രാഷ്ട്രീയ നാടകമാണോ ഇതെന്ന് സംശയിക്കുന്നതായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഈ കാര്യത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രിയാണെങ്കിലും ഈ കാര്യത്തിൽ കടുത്ത നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളത് ഈ പൂരാഘോഷത്തെ ഇല്ലാതാക്കാൻ, അതിന് ശോഭ കെടുത്താനുള്ള പരിപാടിയുടെ ഭാഗമാണോ എന്ന് സംശയിച്ചാൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ 3 മന്ത്രിമാർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രതാപന്റെയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നത്. K. മുരളീധരൻ MP സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സമാപനത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കും. TCV തൃശൂർ. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കൂടുന്നു. നവംബർ മാസത്തിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധിച്ചിരുന്നു. നിലവിലെ കോവിഡ് സാഹചര്യം സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിലയിരുത്തി. നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2000 കടന്നിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന് ഇടയാക്കുന്ന ഉപവകഭേദം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. JN1 എന്ന പുതിയ വകഭേദമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതേസമയം പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണമേറുകയാണ്. പല ആശുപത്രികളിലും കിടത്തി ചികിത്സയ്ക്ക് കിടക്ക ഒഴിവില്ലാത്ത സ്ഥിതിയുണ്ട്. തൊണ്ടവേദന, ചുമ, കടുത്ത ക്ഷീണം എന്നിവയാണ് രോഗബാധിതരുടെ ലക്ഷണങ്ങൾ. പ്രശസ്ത ഇടക്കവാദി കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അസുഖം ബാധിച്ച് ഒരാഴ്ചയോളമായി ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്നു. ഇടക്ക വിദ്വാനായ തിച്ചൂർ മോഹനൻ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ ഇടക്കയിൽ പ്രമാണിയായിരുന്നു. പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടക്കയിൽ കേരളത്തിലെ പ്രധാനിയാണ് തിച്ചൂർ മോഹനൻ. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രശസ്ത വാദ്യ കലാകാരന്മാർക്കൊപ്പം പഞ്ചവാദ്യത്തിൽ സ്ഥിരം പങ്കാളിയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായി. വീരശൃംഖല നൽകി ജന്മനാട് തിച്ചൂർ മോഹനനെ ആദരിച്ചിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ഇടക്കവാദനത്തിൽ തന്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ. ഇടക്കയിൽ ഏകലവ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നാലര പതിറ്റാണ്ടോളം കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഇടയ്ക്കനാഥം കൊണ്ട് കോരിത്തെരിപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ. ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തു പറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് മോഹനന്റെ പ്രത്യേകത. കിള്ളിക്കുറിശിമംഗലം കേപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പൊതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെയും 3 മക്കളിൽ ഏക മകനാണ് തിച്ചൂർ മോഹനൻ. തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തരത്തിന് അമ്മാവനായ പ്രശസ്ത ചെണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പൊതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദ്യ കലാരംഗത്തേക്ക് കടന്നത്. 9ാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പക കൊട്ടി പ്രശസ്തി നേടി. തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും പുതുക്കോട് കൊച്ചൻ മാരാർ, വെള്ളിത്തിരുത്തി കുട്ടികൃഷ്ണൻ നായർ, അന്നമനട പരമേശ്വരൻ മാരാർ എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ചു. പൂക്കാട്ടിരി ദിവാകര പൊതുവാളിന്റെ കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി. എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തിച്ചൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത്. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തിച്ചൂർ മോഹനൻ ഇടയ്ക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട്. പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടയ്ക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു തിച്ചൂർ മോഹനൻ. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ 45 വർഷത്തോളമായി ഇടയ്ക്കയിൽ പ്രധാനിയാണിദ്ദേഹം. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട്. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണമുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട്. 2009 ജന്മനാട് വീരശൃംഖല നൽകിയും ആദരിച്ചു. ഇടയ്ക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദ്യപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപാട് കലാകേരളത്തിന് തീരാനഷ്ടമാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി.
എടക്കുളം പാലത്തിന് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. എടക്കുളം സ്വദേശി കരുവന്ത്ര വീട്ടിൽ കാർത്തികേയൻ മകൻ 51 വയസ്സുള്ള സാജ് റാം ആണ് മരിച്ചത്. ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടറും എതിരെ വന്നിരുന്ന എടക്കുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ വിപിൻ ഓടിച്ചിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സാജ് റാമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വിപിൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി നായരങ്ങാടിയിൽ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നായരങ്ങാടി മുല്ലശ്ശേരി വീട്ടിൽ ചാത്തൻകുട്ടിയുടെ മകൻ 43 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. നവംബർ 30 വീടിനടുത്ത് പറമ്പിലെ മരം മുറിക്കുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വയനാട്ടിൽ പിടിയിലായ കടുവയ്ക്ക് വ്യാഴാഴ്ച പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ശസ്ത്രക്രിയ നടത്തും. കടുവയുടെ മുഖത്തേറ്റ മുറിവിന് 8 സെന്റിമീറ്റർ ആഴമുണ്ട്. മായ്ക്കിയതിനു ശേഷമാണ് ശസ്ത്രക്രിയ നടത്തുക. 13 വയസ്സ് പ്രായമുള്ള കടുവയെ 40 മുതൽ 60 ദിവസം വരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിരീക്ഷണത്തിൽ നിർത്തും. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ഭക്തർ അവിൽ പൊതികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും പന്തീരടി പൂജയ്ക്ക് നിവേദിച്ചു. നാളികേരം, ശർക്കര, നെയ്യ്, ജീരകം എന്നിവ ചേർത്ത് 3.5 ലക്ഷത്തോളം രൂപയുടെ അവിലാണ് കുഴച്ച് തയ്യാറാക്കിയത്. ഗുരുവായൂരപ്പന് നിവേദിച്ച അവിൽ ഭക്തർക്ക് പ്രസാദമായി നൽകി. അത്താഴ പൂജയ്ക്കും ഭഗവാന് അവിൽ നിവേദിക്കും. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ കുചേല ദിനം ആചരിക്കുന്നത്. കുചേല ദിനത്തോടനുബന്ധിച്ച് ഭക്തർ കുചേലന്റെയും കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ് ദർശനത്തിന് എത്തിയിരുന്നു. നവകേരള നഗരനയ കമ്മീഷൻ അംഗമായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിനെ സർക്കാർ നോമിനേറ്റ് ചെയ്തു. ഒരു ചെയർമാൻ, 2 വൈസ് ചെയർമാൻമാർ, 7 അംഗങ്ങൾ അടങ്ങിയതാണ് കമ്മീഷൻ. ഇതിൽ ഒരു അംഗമായാണ് കേരള നഗരസഭാ ചേംബറിന്റെ ചെയർമാൻ കൂടിയായ കൃഷ്ണദാസിനെ തെരഞ്ഞെടുത്തത്. ഇന്ത്യയിലാദ്യമായാണ് ഇത്തരത്തിലൊരു കമ്മീഷന് രൂപം നൽകിയത്. നവകേരള നഗരവികസന നയം ആവിഷ്കരിക്കുന്നതിനായാണ് കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തെക്കുറിച്ചുള്ള ആഗോള കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിന് കമ്മീഷൻ പ്രവർത്തിക്കും. വീടിന്റെ മുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ച 3 പേരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. മായന്നൂർ ചിറങ്കര പീടികപ്പറമ്പിൽ അഖിൽ, കണിമംഗലം വട്ടപ്പിനി പുളിക്കപ്പറമ്പിൽ മുക്തി മുഹമ്മദ് ഇസ്ര, ഉല്ലൂർ അഞ്ചേരി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ 3 പേരും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10ഓളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. സിറ്റി പോലീസിന് കീഴിലെ പോലീസ് സ്റ്റേഷനുകളിൽ സന്ദർശകർക്ക് ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതികൾ സമർപ്പിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ടോക്കൺ സമ്പ്രദായം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തൃശൂർ ടൗൺ, ഈസ്റ്റ്, ഉല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് ടോക്കൺ മെഷീൻ സ്ഥാപിക്കുന്നത്. ടോക്കൺ മെഷീനിലെ ചുവപ്പ് ബട്ടൺ അമർത്തിയാൽ ടോക്കൺ ലഭിക്കും. ടോക്കൺ സീരിയൽ നമ്പർ ക്രമത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് അതാത് പോലീസ് സ്റ്റേഷൻ PROമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അറിയിച്ചു. ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പുൽക്കൂടിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. സ്വയം ഉണ്ടാക്കിയും വിപണിയിൽ നിന്ന് വാങ്ങിയുമാണ് പുൽക്കൂടുകൾ അലങ്കരിച്ചൊരുക്കുന്നത്. പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിന്റെ ഓർമ്മയാണ് പുൽക്കൂടൊരുക്കലിന്റെ പിന്നിലുള്ളത്. പുൽക്കൂട് അലങ്കരിച്ച ശേഷമാണ് ക്രിസ്തുമസ് തലേന്ന് രൂപങ്ങൾ നിരത്തുന്നത്. മാലാഖ, ഔസപിതാവ്, മാതാവ്, രാജാക്കന്മാർ, ആട്ടിടയർ, ആട്, പശു, ഒട്ടകം, കഴുത തുടങ്ങിയവയാണ് പുൽക്കൂട്ടിൽ അണിനിരത്തുന്ന രൂപങ്ങൾ. പള്ളികളിൽ പാതിരായ്ക്കുള്ള തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഉണ്ണിയേശുവിൻ്റെ രൂപം പുൽക്കൂട്ടിൽ വയ്ക്കുക. കളിമണ്ണ്, മരം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഫൈബർ തുടങ്ങിയവയിലുണ്ടാക്കിയ രൂപങ്ങൾ ഇപ്പോൾ സുലഭമാണ്. മരച്ചില്ല, മുള, പനയോല, ചൂരൽ, വൈക്കോൽ തുടങ്ങിയവ കൊണ്ടായിരുന്നു പണ്ടത്തെ പുൽക്കൂടൊരുക്കലെങ്കിൽ ഫോറക്സ് ഷീറ്റിലും മറ്റും തീർത്ത ദീപാലങ്കാരത്തിൻ്റെ മനോഹാരിത തുളുമ്പുന്ന റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കാണ് ഇപ്പോൾ പ്രിയം. മണ്ണിൽ കുഴിച്ച് കുളം, കളിമൺ കുന്ന്, അരുവി, മരുഭൂമി, മല, ഗുഹ, നെല്ലും തിനയും മുളപ്പിച്ച് പാടം, പുൽമേട്, ഇടവഴി, കാലിത്തൊഴുത്ത് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള പണ്ടത്തെ പുൽക്കൂടൊരുക്കൽ ഗൃഹാതുരതയാർന്ന ഓർമ്മയായി മാറിയിരിക്കുന്നു ഇപ്പോൾ. TCV ന്യൂസ്, തൃശൂർ.
ക്രിസ്മസ് പുതുവത്സരാഘോഷ നാളുകളിലെ കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എക്സൈസും അഴീക്കോട് ഫിഷറീസും സംയുക്തമായാണ് ബോട്ട് പെട്രോളിംഗും പരിശോധനയും നടത്തിയത്. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ ഷൈബു പ്രശാന്ത് കുമാർ, കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നിരവധി ബോട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് തീരദേശ പോലീസ് സബ് ഇൻസ്പെക്ടർ വി.എൻ. മണികണ്ഠൻ അറിയിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ഉപയോഗശൂന്യമായ കംഫർട്ട് സ്റ്റേഷനും മാലിന്യം നിറഞ്ഞ പരിസരവും വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കാത്ത നാട്ടിക പഞ്ചായത്ത് അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഉപയോഗശൂന്യമായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാര നടപടിക്ക് CPM ഭരണസമിതി തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തെരുവ് നായയെ ആഴ്ചകൾക്ക് മുൻപ് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുഴുവരിച്ച് ദുർഗന്ധം വമിച്ച നിലയിൽ കണ്ടെത്തിയ തെരുവ് നായയുടെ ജഡം എടുത്തുമാറ്റി സംസ്കരിക്കാനും നടപടി ഉണ്ടായില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്നതാണ് തൃപ്രയാർ ബസ് സ്റ്റാൻഡ്. UDF ഭരണകാലത്ത് നിർമ്മൽ പുരസ്കാരം നേടിയ നാട്ടിക പഞ്ചായത്തിൽ CPM നയിക്കുന്ന ഭരണസമിതി അധികാരമേറ്റപ്പോൾ ചത്ത തെരുവനായയുടെ ജഡം ഉൾപ്പെടെ മാലിന്യം സംസ്കരിക്കാത്ത കാഴ്ചയാണ് കാണുന്നതെന്ന് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവും നവീകരണവും വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന LDF ഭരണസമിതി ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. ബന്ധുവീട്ടിൽ നിന്നും 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും താലിയും മോഷ്ടിച്ച യുവാവിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെൺമേനാട് പുതുവീട്ടിൽ ഹിഷാമാണ് പിടിയിലായത്. ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയ യുവാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാല കവർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണിമംഗലത്ത് 2 ഓട്ടോറിക്ഷകൾ കത്തിനശിച്ചതായി പരാതി. വിയൂർ സ്വദേശി ഗീതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് 2 ഓട്ടോറിക്ഷകളും. ഇവ പാലക്കൽ സ്വദേശി അനന്തകൃഷ്ണൻ, കോലഴി സ്വദേശി ബൈജു എന്നിവർക്ക് ഓടിക്കുന്നതിനായി വാടകയ്ക്ക് നൽകിയിരുന്നതായി പറയുന്നു. സംഭവത്തിൽ നെടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെട്രോൾ പമ്പിലെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭയ്ക്ക് ഇന്ധനം ലഭ്യമാകുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വാഹനങ്ങൾക്കും പുല്ലുവെട്ടുന്ന മെഷീനുകൾക്കും ഇന്ധനം ലഭിക്കാത്തതിനാൽ നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി പറഞ്ഞു. പെട്രോൾ വാങ്ങാൻ പമ്പിൽ ചെന്ന ജീവനക്കാരോട് കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകില്ലെന്ന് പറഞ്ഞ് പമ്പ് ഉടമ മടക്കി അയച്ചതായും പെട്രോൾ പമ്പിൽ നഗരസഭ 4 ലക്ഷം രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളതായും കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അതേസമയം 3 മാസം കൂടുമ്പോഴാണ് ഇത്തരം ബില്ലുകൾ കൊടുത്തു തീർക്കാറുള്ളതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. നവംബർ മാസത്തിലെ ബിൽ കൊടുക്കാനുള്ള ഫയൽ വർക്കുകൾ പൂർത്തിയായിട്ടില്ല. 11,710 രൂപയാണ് ഒക്ടോബർ മാസത്തിൽ ബാക്കി കൊടുക്കാനുള്ളതെന്നും ഇത് ഉടൻ കൊടുത്തു തീർക്കുമെന്നും ഇന്ധനം നൽകാമെന്ന് ഉടമ അറിയിച്ചതായും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ ഭരണസമിതി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നടത്തുന്നത് ആശയ ദാരിദ്ര്യ സമരമാണെന്ന് ചെയർപേഴ്സൺ ആരോപിച്ചു. പച്ച മാർക്ക് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നതാ. അപ്പോൾ 1,53,287 രൂപയാണ് നമ്മൾ ഈ ഡിസംബർ. തീരദേശ മണ്ണിലും തുവരപ്പരിപ്പ് വിളയിച്ച് ദമ്പതികൾ. മതിലകം പോലീസ് ക്വാർട്ടേഴ്സിന് പടിഞ്ഞാറ് വശം കുഴിക്കണ്ടത്തിൽ നൌഷാദ് ഷംല ദമ്പതികളുടെ പുരയിട കൃഷിയിടത്തിലെ തുവരപ്പരിപ്പ് വിളഞ്ഞു നിൽക്കുന്നു. വിത്ത് പാകി മുളപ്പിച്ച പരിപ്പ് തൈകളിൽ 5 എണ്ണമാണ് വളർന്നു വലുതായി വിളവ് നൽകിയിരിക്കുന്നത്. അതും വെറും 8 മാസം കൊണ്ട്. ആട്ടിൻകാഷ്ടവും മൂത്രവുമായിരുന്നു വളം. പുതുമയുള്ള അപൂർവ കാഴ്ചയാണെങ്കിലും സമ്മിശ്ര കൃഷിയുടെ വൈവിധ്യവും ഇവരുടെ വിസ്തൃതമായ കൃഷിയിടത്തിൽ കാണാം. കോളിഫ്ലവർ, കാബേജ്, ചീര, പച്ചമുളക്, തക്കാളി, ചുരക്ക, പടവലം, പീച്ചിങ്ങ, കുമ്പളം തുടങ്ങിയ ഇനങ്ങളെല്ലാം നല്ല നിലയിൽ വളർന്നു വരുന്നുണ്ട് ഇവിടെ. ആടുകളും കോഴികളും മീനുകളുമുണ്ട്. വർഷങ്ങളായി ഇത് തുടരുന്നു. വളം 2-3 വട്ടം വളം ചെയ്തു. ഇപ്പം ആദ്യം വെച്ചപ്പോൾ തന്നെ ആട്ടുംകാട്ട ഇട്ടിട്ട് വെച്ചതാണ്. അതിനുശേഷം കുറച്ച് വലുതായതിനു ശേഷം വീണ്ടും ആട്ടുംകാട്ടം തന്നെ. ഇപ്പോൾ ലാസ്റ്റ് കോഴിക്കാട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് മിക്സായിട്ട് ഈ ആട്ടുമൂത്രം വെള്ളവും കൂട്ടി മിക്സാക്കി ഇങ്ങോട്ട് ഒഴിക്കും. കൃഷിഭവനിൽ നിന്ന് നമുക്ക് തരുന്ന പച്ചക്കറി തൈകൾ, കോളിഫ്ലവർ തൈ 100 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവിടുത്തെ സ്റ്റാഫുകൾ വന്ന സമയത്ത് ഞങ്ങൾ ഈ തൈകൾ കാണിച്ചു കൊടുത്ത്. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് പരിപ്പിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ. പീച്ചിങ്ങ, പച്ചമുളക്, ചൊരക്ക, പടവലം, കുക്കമ്പർ, പച്ചക്കറി എല്ലാം ഒരുവിധമുണ്ട്. നൌഷാദിന്റെ പിതാവും ക്ഷീരകർഷകനുമായ അബ്ദുൽ ഖാദർ, മാതാവ് നഫീസ, മതിലകം സ്കൂളിലെ ബാലകർഷക അവാർഡിന് അർഹരായിട്ടുള്ള മക്കൾ മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് ഫയാസ് എന്നിവരും പുരയിട കൃഷിയിലെ സഹായികളാണ്.
തീരദേശ മേഖലയിൽ ആദ്യമായാണ് തുവരപ്പരിപ്പ് വിളവ് കാണുന്നതെന്ന് മതിലകം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV നന്ദകുമാർ പറഞ്ഞു. ജോലിയുടെ ഭാഗമായി പല സ്ഥലത്ത് സന്ദർശിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ബ്ലോക്കുകളിലെ പാടശേഖരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ പരിപ്പ് കൃഷി കാണുന്നുണ്ട്. കൂടുതലായിട്ട് കോയമ്പത്തൂർ ഭാഗങ്ങളിലും തമിഴ്നാട് ജില്ലയിലെ ഭാഗങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇതൊരു തുവരപ്പരിപ്പ്, ഫസ്റ്റ് ക്വാളിറ്റിയുള്ള തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പ് എന്ന് പറയുന്ന പരിപ്പായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്തിലെ ഇവിടെ ആദ്യമായിട്ട് കണ്ടതാണ്. കർഷക സംഘം കമ്മിറ്റി അംഗങ്ങളായ PH അമീർ, P അജിത് കുമാർ എന്നിവരും കൃഷിയിടം സന്ദർശിച്ചിരുന്നു. TCV കയ്പമംഗലം. ദേശീയപാത വാണിയമ്പാറയിൽ റീടാറിംഗ് നടത്തുന്നതിനായി റോഡ് പൊളിച്ചിട്ടത് അപകടങ്ങൾക്കിടയാക്കുന്നു. തൃശൂർ ഭാഗത്തുള്ള റോഡിന്റെ കട്ടിംഗാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ടാറിങ്ങിനായി റോഡ് കട്ട് ചെയ്ത ഭാഗത്ത് കൂടി ഇരുചക്ര വാഹനങ്ങൾ കയറിപ്പോകുന്നതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 2 ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് 4 പേർക്കാണ് പരിക്കേറ്റത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നിടത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിയറുകളോ സ്ഥാപിക്കാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാതയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ 4 പേർ മരിച്ചിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് അനധികൃത മദ്യവിൽപ്പന ലക്ഷ്യം വെച്ച് കുറ്റിക്കാടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1/2 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം കുന്നംകുളം എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട ചൂണ്ടൽ സ്വദേശി അറങ്ങാശ്ശേരി വീട്ടിൽ തോമസിനെ അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 5 മുതൽ രാത്രി 12 വരെയാണ് പ്രതി മദ്യവിൽപ്പന നടത്തിയിരുന്നത്. ഓട്ടോറിക്ഷയിലും ബൈക്കിലും ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്നതും ഇയാളുടെ പതിവാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. മദ്യലഭ്യത കുറഞ്ഞ ദിവസങ്ങളിൽ ഇരട്ടി വിലയ്ക്കാണ് മദ്യം വിറ്റിരുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായ ശിവശങ്കരൻ, NR രാജു, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, നിധീഷ്, സതീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുന്നംകുളം തിരുത്തിക്കാട് വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. തിരുത്തിക്കാട് സ്വദേശി കണ്ടിറ്റ് വീട്ടിൽ അർജുനനാണ് കുത്തേറ്റത്. കിഴൂർ സ്വദേശി അമലാണ് തന്നെ ആക്രമിച്ചതെന്ന് അർജുൻ പറഞ്ഞു. കിഴൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അർജുൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കുചേരദിനം ആഘോഷിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ 750 കിലോ അവിൽ ഭഗവാന് നിവേദിച്ചു. ക്ഷേത്ര മേൽശാന്തി ദിനേശൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികനായിരുന്നു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് നിവേദ്യം വിതരണം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം കാണിയാമ്പാൽ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത റോഡിലെ പൈപ്പാണ് പൊട്ടിയത്. കാലങ്ങളേറെയായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നിരുന്ന റോഡ് ദിവസങ്ങൾക്ക് മുൻപാണ് ടാർ ചെയ്തത്. റോഡിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ടാർ ഇളകിയാണ് വെള്ളം ഒഴുകുന്നത്. കാണിയാമ്പാൽ റോഡിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതേസമയം ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പൈപ്പ് പൊട്ടിയതിന് കാരണമായതെന്ന് ആരോപണം ഉയർന്നു. പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് വീണ്ടും പൊളിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ദേശീയപാത കൊരട്ടി മേഖലയിൽ 3 അടിപ്പാതകൾ നിർമ്മിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ലക്ഷ്യമെന്ന് RJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറേലി ആരോപിച്ചു. ചാലക്കുടി അടിപ്പാത നിർമ്മാണത്തിലെ മണ്ണ് മാഫിയ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നും RJD ആരോപിച്ചു. കൊരട്ടി, ചെറങ്ങര, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അടിപ്പാതകൾക്ക് ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ആവശ്യമായി വരും. പരിസര ലോല പ്രദേശങ്ങളായ മലയോരങ്ങളാണ് ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നത്. നിസ്സാര തുകയ്ക്ക് മാന്തിയെടുക്കുന്ന മണ്ണ് വലിയ തുകയ്ക്ക് എത്തിക്കുകയാണ് ഇതിന്റെ പിന്നിലെ തന്ത്രം. അധികം മണ്ണ് ആവശ്യമില്ലാത്ത മേൽപ്പാലങ്ങളാണ് ദേശീയപാതയിൽ ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് അതിക്രമത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജനപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ വാടക തർക്കത്തിൽ വിശദീകരണവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വാടക വർദ്ധിപ്പിച്ചത് കോടതി നിർദ്ദേശപ്രകാരമാണെന്ന് ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ. പനി ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണമേറുന്നു. കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പ്രശസ്ത ഇടക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ ഇടക്കയിൽ പ്രമാണിയായിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.